ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഫുഡ്സ് ഓഫ് ഇടുക്കിയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന മിൽക്ക് പൗഡർ ഉപയോഗിച്ചിട്ടുള്ള ഒരു മിൽക്ക് ബർഫി റെസിപ്പി ആയിട്ടാണ്. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ 2 കപ്പ് പാൽപ്പൊടി എടുത്തിട്ടുണ്ട്. അമൂല്യയുടെ പാൽപ്പൊടി, അതല്ലെങ്കിൽ എവരിഡയുടെ പാൽപ്പൊടി, നിഡോ ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം. അപ്പോൾ അതുപോലെ 250 മില്ലി കപ്പിന് 2 കപ്പ് പാൽപ്പൊടി ഞാനിപ്പോൾ ഒരു ബൗളിലേക്ക് എടുത്തിട്ടുണ്ട്. 1/4 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുവാണ്. അടുത്തതായിട്ട് ഇതിലേക്ക് ഞാൻ 1 കപ്പ് പാല് ചേർത്ത് കൊടുക്കുവാണ്. പശുവിൻ പാലാണ് പാല് ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ ഒരു ദോശമാവൊക്കെ പോലെയാണ് ഇതിരിക്കേണ്ടത്. ഇപ്പോൾ നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കട്ട കെട്ടാതെ മിക്സ് ചെയ്തെടുക്കണം. ഇപ്പോൾ ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കാണിച്ചു തരാം. ഇപ്പോൾ കണ്ടു, ഇതൊന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതുപോലെ വേണം മിക്സ് ചെയ്തെടുക്കാൻ. അതായത് നമ്മൾ ദോശയ്ക്കൊക്കെ കലക്കി എടുക്കുന്ന പോലെ എടുക്കുക. ഇപ്പോൾ ഒരു 3-4 മിനിറ്റ് ഇങ്ങനെ ഇളക്കുമ്പോഴത്തേക്കും ആ പഞ്ചസാരയൊക്കെ നന്നായിട്ട് ഇതിലേക്ക് അങ്ങ് ചേരും. കട്ട കെട്ടാതെ കലക്കിയെടുക്കണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ മിക്സിങ്. ഇനി പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കാം. ഇപ്പം ഞാനൊരു നോൺ സ്റ്റിക്ക് പാൻ ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതുപോലെയുള്ള പാനിലാണെങ്കിൽ ഇതൊട്ടും ഒട്ടിപ്പിടിക്കാതൊക്കെ ഇരിക്കും. അപ്പോൾ ഈ പാനിലേക്ക് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ കൂട്ട് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് തുടർച്ചയായിട്ട് ഇളക്കി കൊടുക്കാം. കട്ട കെട്ടരുത്. വളരെ എളുപ്പമാണ് തയ്യാറാക്കാനായിട്ട്. ഇത്രയേ ഉള്ളൂ ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ്. പിന്നെ ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് കുറച്ച് പിസ്ത അതേപോലെ എന്തെങ്കിലും മതി. അപ്പോൾ ഇത് നല്ല തിക്കായി വന്നു തുടങ്ങിയിട്ടുണ്ട്, കണ്ടോ ഇതുപോലെ. അപ്പോൾ ഈ സൈഡിൽ നിന്നുള്ളതൊക്കെ ഇതുപോലെ നമ്മൾ എടുക്കണം, അല്ലെങ്കിൽ ഈ സൈഡിലുള്ളതൊക്കെ കരിഞ്ഞു പിടിക്കും. അപ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് അങ്ങ് മാറിപ്പോവും. ഇതുപോലെ എടുക്കണം. അടി ചേർത്ത്, പാത്രത്തിൻ്റെ അടി ചേർത്ത് ഇളക്കണം. അടി കരിഞ്ഞു പിടിക്കരുത്. പെട്ടെന്ന് അങ്ങ് തിക്കായി വരും. കുറച്ചുകൂടി തിക്കായി വരണം. ഇപ്പോൾ കണ്ടത് കുറേയും കൂടി തിക്കായി വന്നത്. ഇത്രയും തിക്കായിട്ടുണ്ട്. കുറച്ചുകൂടി തിക്കായി വരണം. ഇങ്ങനെ ഈ സൈഡിൽ നിന്നൊക്കെ എടുക്കാൻ വേണ്ടിയാണ് ഞാൻ പറഞ്ഞത്. ഇതുപോലെ ഒട്ടിപ്പിടിക്കാത്തൊരു പാത്രമാണെങ്കിൽ എടുക്കാനായിട്ട് നല്ല എളുപ്പമായിരിക്കും. ഇപ്പോൾ കണ്ടോ, ഇത് പാകമായിട്ടുണ്ട്. പാത്രത്തിൽ നിന്നൊക്കെ നന്നായിട്ടൊന്ന് വിട്ടു വരുന്ന പരുവായിട്ടുണ്ട്. തീ ഓഫ് ആക്കുവാണ്. ഇപ്പോൾ ഞാൻ ഇതുപോലെ ഒരു ട്രേ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു ചെറിയ ബട്ടർ പേപ്പർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് മാറ്റാം. ഇതൊന്ന് ഷേപ്പാക്കി കൊടുക്കാം. ഇപ്പോൾ ചെറുതായിട്ട് ഒട്ടുന്നുണ്ടെങ്കിൽ സ്പാച്ചുലയിൽ അല്പം നെയ്യൊക്കെ തടവി കൊടുത്തിട്ട് ഇതുപോലെ അങ്ങ് ഷേപ്പാക്കി കൊടുക്കാം. കാരണം നെയ്യുള്ള സൈഡിൽ ഒട്ടും പിടിച്ചിട്ടില്ല, നെയ്യില്ലാത്ത സൈഡിലാണ് പിടിച്ചത്. അപ്പോൾ നിങ്ങൾ എടുക്കുമ്പോൾ സ്പാച്ചുലയിലൊന്ന് നെയ്യ് തടവി കൊടുക്കുക. ഇപ്പോൾ ഞാനിതൊന്ന് ഷേപ്പാക്കി കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് പിസ്ത ചോപ്പ് ചെയ്തിട്ട് കൊടുക്കുകയാണ്. ഒരു 2 ടേബിൾ സ്പൂൺ പിസ്ത മതി. അപ്പോൾ ഇത് എന്തായാലും വേണമെങ്കിലും ഇട്ട് കൊടുക്കാം, നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച്. ഈ സ്പാച്ചിൽ വെച്ച് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിത് 1 മണിക്കൂർ സമയം വെളിയിൽ വെക്കാം. ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട ആവശ്യമില്ല. നന്നായിട്ട് തണുത്ത് കഴിയുമ്പോൾ ഇതങ്ങ് സെറ്റായി വരും. അതിനുശേഷം നമുക്കിത് മുറിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ ഈ ബർഫി നന്നായിട്ട് തണുത്തിട്ടുണ്ട്. നമുക്കിനി ഇത് ട്രേയിൽ നിന്ന് റിമൂവ് ചെയ്യാം. ഇതുപോലെ വന്നിട്ടുണ്ട്. എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന മിൽക്ക് ബർഫി ഇവിടെ തയ്യാറായിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം വരെ. ടേക്ക് കെയർ, ബൈ ബൈ.